ആ 10ൻ്റെ ഒരു പൈസ പോലും നമുക്ക് കിട്ടിയില്ല. ഇതെല്ലാം നമുക്ക് കയ്യിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ജീവിതമാർഗം കൊണ്ടൊക്കെ കണ്ടെത്താന്ന് വെച്ചാൽ ഇതും നടക്കാണ്ട് പോകും. സാധാരണ ജനങ്ങളല്ലേ ഇതുകൊണ്ട് ജീവിക്കുന്നത്. സത്യം പറഞ്ഞാൽ സർക്കാർ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിനെന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. എല്ലാ ദിവസവും എടുത്തിട്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് പിന്നെ ഒരു ദിവസം തന്നെ വേണ്ട. എടുക്കുന്നവരൊക്കെ പറയുന്നത് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, പൈസ അടിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് 2 എണ്ണമൊക്കെ എടുക്കേണ്ടിരുന്നവരൊക്കെ ഓരോന്നൊക്കെ ആക്കി. വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഇപ്പം ഇത്രയും ടിക്കറ്റോളം വിറ്റ് തീർക്കുന്നത് തന്നെ. വലിയ പ്രൈസുകൾ കുറച്ചിട്ട് ചെറിയ പ്രൈസുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കച്ചവടം കൊടുക്കും, സാധാരണക്കാരായ നമുക്ക് ജീവിക്കുകയും ചെയ്യാം. സാധാരണക്കാരായ ലോട്ടറി വിൽപ്പനക്കാരുടെ അവസ്ഥ ഇപ്പോൾ വളരെ ശോചനീയാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രൈസ് വീഴാത്തതും അതുപോലെ തന്നെയുള്ള വിൽപ്പനയിലെ കുറവും അവരെ വലിയ രീതിയിലാണ് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് അവരെ കൂടുതൽ ബാധിക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, ഇപ്പോഴത്തെ ലോട്ടറിയുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് പറയാമോ? ലോട്ടറി പൊതുവേ ചിലവ് കുറവാണ് ഇപ്പം. പ്രൈസിൻ്റെ കുറവ് കൊണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കച്ചവടം പണ്ടത്തേൻ്റെയൊക്കെ പകുതിയായി ഞങ്ങളുടെയൊക്കെ. ഞാനൊക്കെ ശരാശരി ഒരു 300 ടിക്കറ്റോളമൊക്കെ വിറ്റുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം കുറവാണ്. അതിലേക്ക് 100-120 ടിക്കറ്റൊക്കെ കുറച്ചാണ് വിൽക്കുന്നത്. ഇപ്പോൾ പ്രൈസിൻ്റെ കുറവുണ്ടെന്ന് എടുക്കുന്നവരൊക്കെ പറയുന്നത് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, പ്രൈസ് അടിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് 2 എണ്ണമൊക്കെ എടുക്കേണ്ടിരുന്നവരൊക്കെ ഓരോന്നൊക്കെ ആക്കി. പൊതുവേ 2-3 സെയിമൊക്കെ എടുത്തുകൊണ്ടിരുന്നവരൊക്കെ ടിക്കറ്റിൻ്റെ എണ്ണം കുറച്ചു. അങ്ങനെയാണ് പൊതുവേ ടിക്കറ്റ് ചിലവ് കുറവാണിപ്പോൾ. പഴയ പോലെ കച്ചവടങ്ങളില്ല. പിന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ലോട്ടറി ഇറങ്ങണമെന്നൊരു വ്യാജ വാർത്തയൊക്കെ വരുന്നത് കൊണ്ട് അതും ഞങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട്. നല്ലോണം കച്ചവടം പൊതുവെ കുറവാണ്. ഇപ്പോൾ ലോട്ടറിയുടെ ഘടനയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ മാറ്റം വരുത്തിയാൽ ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. എടുക്കാൻ വരുന്നവർ ഇതിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്ന് ഞങ്ങളോട് തന്നെ അഭിപ്രായം അവർ പറയുന്നുണ്ട്. എങ്ങനെയുള്ള മാറ്റം വരണമെന്നാണ് പ്രതീക്ഷിച്ചത്? സമ്മാനം ചെറിയ സമ്മാനങ്ങളൊക്കെ കുറച്ചുകൂടിയൊക്കെ കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരാഴ്ചയിൽ എടുത്തിട്ട് 1 രൂപ പോലും കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ അവർ പൊതുവേ മടുപ്പല്ലേ കാണിക്കുള്ളൂ. എല്ലാ ദിവസവും എടുത്തിട്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് പിന്നെ ഒരു ദിവസം തന്നെ വേണ്ട. അങ്ങനെ എല്ലാവരും പൊതുവെ കുറേ ആൾക്കാർ അതുപോലെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇതിൻ്റെ ചിലവ് സ്വാഭാവികമായിട്ട് കുറയും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾക്കും നല്ലോണം, ഞങ്ങൾക്കും ഇപ്പോൾ വട്ടച്ചെലവിനുള്ള കാശൊക്കെ കഷ്ടിയാണ് കിട്ടുന്നത്. ചില ദിവസങ്ങളിൽ മിച്ചം വരാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കാശ് പോകും. അങ്ങനെ പ്രോബ്ലംസുകളുണ്ട് ഞങ്ങൾക്കിപ്പോൾ. പൊതുവെ കച്ചവടം കുറഞ്ഞതോടുകൂടി ദാരിദ്ര്യത്തിലേക്ക് പോവുക ഞങ്ങൾ. ലോട്ടറിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ശോചനീയാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വിറ്റ് കഴിയുന്ന തൊഴിലാളികൾക്ക് വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് അനുഭവപ്പെടുന്നത്. ഇത് മറ്റുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ വളരെ ഇതിലാണ് പോകുന്നത്. ഇന്ന് കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ 1200-1300 രൂപ ശമ്പളം കിട്ടും. ഇത് നമ്മൾ മേലാത്തവരാണ് ഇതും കൊണ്ട് നടക്കുന്നത്. അവർക്കിപ്പോൾ ഒരു നേരത്തെ ചായ, ഞാൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, എനിക്ക് ഒരു നേരത്തെ ചായ കുടിക്കുന്നത് ഇതുകൊണ്ടാണ് മുഖ്യത. ഇന്നലെ എനിക്ക് പിന്നെ 23 എണ്ണം മിച്ചമുണ്ടായിരുന്നു, മെനിങ്ങാന്ന് 26 എണ്ണം മിച്ചമുണ്ടായിരുന്നു. ആ 10ൻ്റെ ഒരു പൈസ പോലും നമുക്ക് കിട്ടിയില്ല. ഇതെല്ലാം നമുക്ക് കയ്യിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ജീവിതമാർഗം കൊണ്ടൊക്കെ കണ്ടെത്താന്ന് വെച്ചാൽ ഇതും നടക്കാണ്ട് പോവുകയാണ്. ഇത് വലിയ പ്രൈസുകൾ കുറച്ചിട്ട് ചെറിയ പ്രൈസുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കച്ചവടം കൊടുക്കും, സാധാരണക്കാരായ നമുക്ക് ജീവിക്കുകയും ചെയ്യാം. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏകദേശം 17 വർഷങ്ങളായി ലോട്ടറി വിൽപ്പന രംഗത്തുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സുധീഷ് ചേട്ടനോട് നമുക്ക് ചോദിച്ചു നോക്കാം, എന്താണ് ഇപ്പോഴത്തെ ലോട്ടറി വിൽപ്പനയുടെ അവസ്ഥ എന്ന്. ഇപ്പം പ്രൈസ് കുറവാണ്. പിന്നെ കമ്മീഷൻ വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഇപ്പം ഇത്രയും ടിക്കറ്റോളം വിറ്റ് തീർക്കുന്നത് തന്നെ. രാവിലെ ഇറങ്ങും, വൈകിട്ട് വീട്ടിൽ കയറി ചെല്ലും, അത് തന്നെ പാവം. വളരെയേറെ ദുരിത രീതിയിലാണ് ഇപ്പോൾ ഈ ടിക്കറ്റ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുമൂലം നഷ്ടങ്ങൾ വരുന്നുണ്ടോ? പിന്നെ ടിക്കറ്റ് മിച്ചം വന്നു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ നിന്ന് നഷ്ടമാണ് വരുന്നത്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിലൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? മാറ്റം വരും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇപ്പോൾ ലോട്ടറിയുടെ ഘടനയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ പഴയതുപോലെ തന്നെ ലോട്ടറി വിൽപ്പന ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പഴയതുപോലെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നേട്ടങ്ങൾ വരും എന്നുള്ളതാണ് നമ്മുടെ തോന്നലുകൾ കൂടുതലും. എന്ത് മാറ്റം വരുമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഈ പ്രൈസ് ഇച്ചിരി കൂട്ടുകയും അതേപോലെ കമ്മീഷൻ ഇച്ചിരി കൂടി നിലവിൽ കൂട്ടുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയേറെ വലിയ ഉപകാരമായിരിക്കും.
ഞങ്ങൾ ഈ കടയിൽ തന്നെ 14,000 ടിക്കറ്റ് വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് പകുതിയായി. കാരണം പ്രൈസ് ഇല്ല എന്ന കാരണം പറഞ്ഞ് തന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് ഒരു 3 ദിവസം പ്രൈസ് അടിച്ചില്ലെങ്കിൽ തന്നെ, കാരണം സാധാരണ ജനങ്ങളാണിത്, 65 വയസ്സുള്ള അമ്മമാർ വരെ ഇവിടെ വെക്കുന്നുണ്ട്. ഒരുപാട് പ്രായമായുള്ള ആൾക്കാർ തന്നെയാണ്. ഒരു 100-ൻ്റെ അടി പോലും അവർക്ക് അടിക്കുന്നില്ല. അവർ പറയുന്ന നേരാണ്. അപ്പം ഞങ്ങൾക്കും അതൊരു സങ്കടമാണ്. അപ്പോൾ ഞങ്ങൾക്ക് പകുതിയായി വിൽപ്പനയൊക്കെ. ഒരു പ്രൈസും ഇല്ല. 5,000 എന്ന് പറയണേക്കെ എണ്ണമൊക്കെ എത്ര എണ്ണം കുറച്ച്. സാധാരണ ജനങ്ങളല്ലേ ഇതുകൊണ്ട് ജീവിക്കുന്നത്. സത്യം പറഞ്ഞാൽ സർക്കാർ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിനെന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. കാരണം അവർക്ക് വരുമാനം ഉണ്ടാക്കുന്നതായിരുന്നു ലോട്ടറി. പക്ഷെ അവരിപ്പോൾ ഈ സാധാരണ ജനങ്ങൾക്ക് ഒന്നും കൊടുക്കുന്നില്ല. ഞാനൊക്കെ ഒരു 10 വർഷമായി ഈ ലോട്ടറി മേഖലയിൽ ഇങ്ങനെ കടയിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതിനു മുമ്പൊക്കെ ഒരുമാതിരിയൊക്കെ പ്രൈസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് പ്രൈസേ ഇല്ല. അപ്പോൾ ഞങ്ങൾ പുതിയ സർക്കാർ കയറിയപ്പോൾ എന്തെങ്കിലും ചെയ്യുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ അത് ഒന്നും ആകാത്തതുപോലെ തന്നെയാണ് ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് എങ്ങനെ മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ അറിയില്ല. നമ്മൾ ഇപ്പോൾ എല്ലാവരും ഈ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രതികരിക്കുന്നതല്ലാണ്ട് ആരും ഒന്നും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. നമ്മുടെ സർക്കാരാണെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നില്ല. അതേക്കുറിച്ച് നമുക്ക് അറിയുകയില്ല. ഇപ്പൊ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇത് അച്ചടിച്ചിറക്കിയെന്നുള്ളൊരു പ്രശ്നം അത് ബാധിക്കുന്നുണ്ട്. അത് ബാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തന്നെ പ്രൈസ് ടിക്കറ്റ് 5,000 മാറാൻ വന്നു കഴിഞ്ഞാൽ പേടിയാണ് എടുക്കാൻ. കാരണം ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫാണ്. ഞങ്ങളത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ ഓഫീസിൽ കൊണ്ടുചെല്ലുമ്പോൾ അവിടുന്ന് മാറിപ്പോയെന്ന് പറയുമ്പോൾ ആ പൈസ പിന്നെ നമ്മൾ വെക്കേണ്ടി വരും. അപ്പോൾ നമുക്കും അത് പേടിയാണ്. കാരണം ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് തന്നെ ഒറിജിനലിൽ വെല്ലുന്ന ഫസ്റ്റ് പ്രൈസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ ഒരു 5,000 കൊണ്ടുവന്നാൽ തന്നെ എങ്ങനെ മാറിയെടുക്കും? ഇപ്പോൾ കള്ള ടിക്കറ്റ് കൊണ്ടുവരുമ്പോൾ അത് സ്കാൻ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് കാണിക്കുക? ഇപ്പം അത് ഫോട്ടോസ്റ്റാറ്റ് ആണെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അത് ഒറിജിനലായിട്ട് തന്നെ ഫോട്ടോസ്റ്റാറ്റിൽ അങ്ങനെ തന്നെ കാണിക്കുള്ളൂ. ഒറിജിനലായിട്ട് തന്നെ കാണിക്കുള്ളൂ. തിരുത്തൽ മാത്രമാണെങ്കിൽ മാത്രമേ നമ്മുടെ സോഫ്റ്റ്വെയറിൽ തിരുത്തി എഴുതിയിരിക്കുകയോ ഒട്ടിച്ചിരിക്കുകയാണെങ്കിൽ മാത്രമേ അതിൽ മാറ്റം കാണിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് ഒറിജിനൽ പോലെ തന്നെ നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ കാണിക്കുകയുള്ളൂ. ഇതിപ്പോൾ ഇതൊരു ലെൻസാണ്. അത് വെച്ചാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഈ വരയിൽ ഈ KR 763 എഴുതിയിരിക്കുന്നത്. ഇതിലിങ്ങനെ നോക്കുമ്പോൾ അത് വലുതാക്കാണ്. ഫോട്ടോസ്റ്റാറ്റ് ആണെങ്കിൽ അത് കാണിക്കത്തില്ല. ഇതിപ്പോൾ ഞങ്ങളുടെ ഓണർ പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്ത് നോക്കുന്നതാണ്. ചെറുതായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഫോട്ടോസ്റ്റാറ്റ് ആണെങ്കിൽ ഇത് കാണത്തില്ല. ഇങ്ങനെ ലെൻസ് വഴി അപ്പോൾ അത് KR അല്ലെങ്കിൽ ഏതാണ് ആ ടിക്കറ്റിൻ്റെ സീരിയൽ നമ്പർ ഇവിടെ കാണിക്കും. പിന്നെ ഇവിടെ താഴെ ഉണ്ടാവും. ഇങ്ങനെ ഞങ്ങൾ ലെൻസ് വെച്ച് നോക്കും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്. നമുക്കിപ്പോൾ ഇതിന് മുന്നും ഞങ്ങൾക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യം വന്നു. പിന്നെ ഫോട്ടോസ്റ്റാറ്റ് അല്ലേ 3 പ്രാവശ്യം വന്നായിരുന്നു. അതിൽ പിന്നെയാണ് ഞങ്ങൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. പ്രതിസന്ധി എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രൈസുകൾ കൂട്ടിക്കൊടുക്കുക. വലിയ പ്രൈസ് കുറച്ചുകൊണ്ട് ചെറിയ ചെറിയ പ്രൈസുകളൊക്കെ കൂട്ടിക്കൊടുത്താൽ മാത്രം മതിയാവും. 5,000 എന്നുള്ളത് 5,000-ൻ്റെ പ്രൈസുകളുടെ എണ്ണം കൂട്ടിക്കൊടുക്കുക. 2,000, 1,000 അങ്ങനെ ചെറിയ പ്രൈസുകൾ കൂട്ടിക്കൊടുത്താലാണ് ഒരു പരിധി വരെ നമുക്ക് പരിശീലിക്കാൻ പറ്റും. പ്രൈസിൻ്റെ ആണ് വിഷയം കൂടുതൽ. പിന്നെ കുറച്ച് ഇതിനകത്ത് കുറച്ച് കമ്മീഷനൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ചെറുപ്പം. വിൽപ്പനയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? വിൽപ്പനയിൽ അതായത് വിൽപ്പന കുറയോ അങ്ങനെ? വിൽപ്പന കുറയുന്ന ഇതുകൊണ്ടാണ്. പിന്നെ പ്രൈസിൻ്റെ ഇതുകൊണ്ടാണ് വിൽപ്പന പൊതുവായിട്ട് കുറയുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും മാറ്റം വരണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രൈസിന്റെ ഘടനയിൽ മാറ്റം വരുത്തുന്നതാണ് സതീഷ് സാർ പറഞ്ഞിരിക്കുന്നത്. അല്പം മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് എത്രയും പെട്ടെന്നായാൽ അത്രയും നല്ലത്. മാറ്റം വരുത്താണെങ്കിൽ എങ്ങനെയുള്ള മാറ്റമായിരിക്കണം എന്നാ? ഇത് പ്രൈസ് ഘടനയിൽ മാറ്റം വരുത്തുക. ഇപ്പം നിലവിലുള്ള പ്രൈസ് ഘടന മാറ്റിയിട്ട് പുതിയ രീതിയിൽ ചെറിയ ചെറിയ പ്രൈസുകൾ കൂട്ടിക്കൂട്ടി കൊടുക്കുക. അത് മാത്രമല്ല. പിന്നെ കുറച്ച് കമ്മീഷനുകൾ കൂട്ടിക്കൊടുക്കുക. പ്രൈസ് കുറവായതുകൊണ്ട് ഇപ്പോൾ ചിലവ് അങ്ങനെ വലുതായിട്ടില്ല. ഒരിക്കലും മിച്ചം വരിക. ഡെയിലി ഇപ്പോൾ 10-50 മിച്ചം വന്ന് പോവുക. ആൾക്കാർക്ക് മടിയാണ് എടുക്കാനായിട്ട്. പ്രൈസ് കൂട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ പ്രൈസ് കൂട്ടുകയാണെങ്കിൽ എങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള അതായിരിക്കും കൂട്ടേണ്ടത്? എൻ്റെ മുന്നേ സാറേ ഇത് ഒരു 5,000-ൻ്റെ ആണെങ്കിലും കൂട്ടി വെച്ചാൽ മതി. ഇപ്പം തീരെ കുറവാണല്ലോ. അങ്ങനെ ആൾക്കാർക്ക് ഒന്നും കിട്ടുന്നില്ല. സാധാരണയായിട്ട് സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാരും കുറവാണ്. സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ചിലവായി പോയത്. അപ്പോൾ അവർക്ക് മടിയാണ് എടുക്കാനായിട്ട്. ഇപ്പം അങ്ങനെ വലുതായിട്ട് എടുക്കുന്നില്ല ആരും. അതിന് ഇത്ര സമയം ഇത്ര മിച്ചം കിടക്കുക. സാധാരണ എത്ര ഉണ്ടാവാറില്ല? സാധാരണ 40-50 ഇതിലൊക്കെ മിച്ചം വരും. അതൊക്കെ ഓടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇത്തവണ സർക്കാർ ഒന്നും ഇത് മാറ്റം വരുന്ന കേട്ടോ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് മാറ്റം വന്ന ഉപകാരമായിരിക്കും. പ്രൈസ് തീരെ ഇല്ല.
പ്രൈസ് കിട്ടുന്നില്ല. അത് ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നവും ഞങ്ങളുടെ കുടുംബത്തെയും അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാർ കയറിയിട്ട് പ്രൈസ് കൂട്ടുമെന്ന് പറയുന്നതല്ലാതെ ഇന്നുവരെ കൂട്ടിയില്ല. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഞങ്ങൾക്കുള്ള ഇത് കുറച്ചിരിക്കുകയാണ്. ഡി സിയിൽ കുറവ് വന്നിട്ട് ഇതുവരെ അതും കൂട്ടിയിട്ടില്ല. അപ്പം പൊതുവേ ഒരു മരവിച്ച മാതിരിയാണ്. ഇതുവരെ ഞങ്ങളുടെ ടിക്കറ്റ് തീർന്നിട്ടില്ല. മൊത്തത്തിലൊരു ഞങ്ങൾക്ക് തന്നെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക പ്രശ്നവും എല്ലാം. ഇപ്പോൾ ഇതിന് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് പ്രൈസ് കൂട്ടി തരാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല. എന്ന് വെച്ചാൽ വേറെ തൊഴിലില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു തൊഴിലിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പം നമ്മളുടെ കുടുംബവും പട്ടിണിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തൊഴിലിന് പോരുമ്പോൾ നമ്മൾ വേറൊരു തൊഴിലിന് പോകാൻ നമുക്ക് സാധിക്കുന്നില്ല. ലോട്ടറിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം? ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ ദയനീയമാണ്. 5000-ൻ്റെ പ്രൈസ് തന്നെ തീരെ കുറവാണ്. അപ്പോൾ അത് കൂട്ടണമെന്നുള്ളൊരു അഭിപ്രായമാണ് എൻ്റേത്. പിന്നെ 50 രൂപയായാൽ പിന്നെ കച്ചവടം തീരെ കുറവാണ്. ആൾക്കാർക്ക് ഭയങ്കര മടുപ്പാണ് എടുക്കുന്നതിന് ഭയങ്കര മടുപ്പാണ്. നേരത്തെക്കാളും ഒരു പകുതിയോളം കച്ചവടം കുറഞ്ഞിരിക്കുകയാണ്. ഡെയിലി നമുക്ക് ഒത്തിരി ടിക്കറ്റ് മിച്ചം വരുന്നുണ്ട്. പിന്നെ പ്രൈസ് കൂട്ടണം, അല്ലാതെ ചെറിയ ചെറിയ പ്രൈസുകൾ കൂട്ടണം, എന്നാലേ നമുക്ക് കച്ചവടം നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. എന്താണേലും പ്രൈസ് കൂട്ടിയാൽ മാത്രമേ കച്ചവടം നടക്കുകയുള്ളൂ. ഈ സർക്കാർ വന്നപ്പം പ്രൈസ് നല്ല വ്യത്യാസം വരുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇതുവരെ അതിനെപ്പറ്റിയൊന്നും പ്രൈസ് കൂട്ടിയൊന്നും കണ്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്തിയാലേ ഈ ചെറിയ നടന്ന് വിൽക്കുന്നവർക്കൊക്കെ പ്രയോജനപ്പെടുകയുള്ളൂ. ഞങ്ങൾക്കൊക്കെ ഒത്തിരി ടിക്കറ്റുകൾ മിച്ചം വരുവാണ്. ഡെയിലി കയ്യിൽ നിന്ന് കുറേ നഷ്ടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പ്രൈസ് കൂട്ടിയാൽ പ്രയോജനമായിരിക്കും. നമുക്ക് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റും. പ്രൈസ് തീരെ കുറവാണ്, ടിക്കറ്റ് ചിലവും കുറവ്. അപ്പോൾ പ്രൈസ് എന്തെങ്കിലും കൂടെ കൂട്ടി വെച്ചെങ്കിലേ ടിക്കറ്റ് ചിലവാകുള്ളൂ. നേരത്തെ ആദ്യം ഇരുന്ന് സർക്കാർ അടിച്ചു വെച്ച ടിക്കറ്റാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ പുതിയ ടിക്കറ്റൊന്നും ഇതുവരെയും അടിച്ചിറക്കിയിട്ടില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ടിക്കറ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ടിക്കറ്റ്, ഒരുപാട് ടിക്കറ്റ് മിച്ചം വരുമോ എനിക്ക്. ഒരുപാട് ടിക്കറ്റ് മിച്ചം വരുന്നുണ്ട്. അതുമൂലം നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു ദിവസം എത്ര രൂപ വരെ നഷ്ടം ഉണ്ടാകുന്നുണ്ട്? ഒരു ദിവസം ഒരു 1000 രൂപ വരെ നഷ്ടം വരുന്നുണ്ട്. ഘടനയിൽ എന്തെങ്കിലും മാറ്റം ഘടനയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നമുക്കത് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. എന്ത് മാറ്റമാണ് വരണമെന്ന്? പ്രൈസ് ഒന്നുകൂടെ കൂട്ടിക്കൊടുക്കുക. ചെറിയ പ്രൈസ് ആണെങ്കിലും കൂട്ടിക്കൊടുക്കുക. ഒരു 5000-ൻ്റെയും 500-ൻ്റെയും ഒക്കെ കൂടുതൽ കൊടുക്കുക.